3 ഭാവങ്ങളാണോ? അറിവ് പഠിക്കുന്നത് 5 ഭാവങ്ങളിൽ പറയും. ഏതൊക്കെയാണ്? പ്രത്യക്ഷം, കണ്ടു മനസ്സിലാക്കുക. അങ്ങനെ ഒരു അറിവുണ്ട്, അങ്ങനെ മനസ്സിലാക്കലുണ്ട്, കണ്ടു മനസ്സിലാക്കുക. അനുമാനം, ഊഹിക്കുക, ഊഹത്തിലൂടെ മനസ്സിലാക്കാം. പിന്നെയോ ആപ്പതോക്കതി, ആപ്പതൻ, ആ ട്യൂണ് ശരിയായിട്ടില്ല കേട്ടോ, അതിനെ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തേ. ആപ്പതോക്കതി, ആപ്പതന്മാരുടെ ഉക്തി എന്ന് പറഞ്ഞാൽ അനുഭവരസികന്മാരായിട്ടുള്ള ഗുരുക്കന്മാരുടെ വാക്കുകളിലൂടെ കുറച്ച് കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കും. അതാണ് ആപ്പതോക്തി. അർത്ഥാപത്തി, പ്രലോഭനങ്ങളിലൂടെ ഇഷ്ടമുള്ള വസ്തുക്കളെ കാണിച്ചുകൊണ്ട് അത്ര ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ചെയ്യിക്കുന്ന രീതി, സാധനകളൊക്കെ അങ്ങനെയാണ്. അതിൽ 3 വിഭാഗം ആളുകളെ പറയും. അതാണ് സാത്വിക, ആ ട്യൂണിങ് ശരിയായിട്ടില്ല കേട്ടോ, അതൊന്ന് ഡിലി ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തേ. ആ സാത്വിക, രാജസ, താമസ ഭാവങ്ങൾ കുറച്ചേ വേണ്ടൂ, പാകത്തിന്, എല്ലാത്തിനും ഒരു പാകം വേണം. സാത്വിക, രാജസ, താമസ. സാത്വികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാത്വികന്മാരായിട്ടുള്ള ആളുകൾ അറിഞ്ഞ് പ്രവർത്തിക്കും എന്നാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്, എളുപ്പമല്ല. സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്നത്. ഇപ്പോൾ ചില വീട്ടുകളിൽ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും അല്ലേ. ഭർത്താവ് എവിടെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ലേശം ഇഞ്ചി കഷ്ണമൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് പാകത്തിന് ടിക്കേഷനിൽ ഇങ്ങനെ ഏലത്തരിയൊക്കെ കൂട്ടിയിട്ടൊരു ചായ ഇങ്ങനെ ഇങ്ങോട്ട് തിളപ്പിച്ച് കിട്ടിയാൽ കുഴപ്പമില്ല എന്നൊരു തോന്നൽ വരുമ്പോഴേക്കും അതിന് യോജിച്ച നിലയിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നത് കാണാം അല്ലേ. അങ്ങനെ അനുഭവം ഉണ്ടാവാറില്ലേ അല്ലേ? അതൊരു കോമ്പിനേഷനാണ്, അത് മനസ്സിൻ്റെ ഒരു ധാരണയിൽ നിന്നുണ്ടാവുന്നതാണ്. അത് സാത്വിക ഗുണമാണ് കേട്ടോ, അറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുക. എല്ലാവർക്കും സാധിക്കില്ല. രജോ ഗുണമുള്ള ആളുകൾ പറഞ്ഞ് പ്രവർത്തിക്കും. അവരെങ്ങനെ സോപ്പിട്ടുകൊണ്ടും ഒഴിഞ്ഞുകൊണ്ടും ഇരിക്കണം. ചില സ്ഥലത്തൊക്കെ പോകുമ്പോഴേ ഇങ്ങനെ 3 ലീഫായിട്ട് ഇങ്ങനെ വട്ടത്ത് കറങ്ങുന്ന ഒരു മെഷീനുണ്ടേ, അത് പ്ലഗിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കിട്ടും. അത് കാറ്റ് കിട്ടിയാൽ എന്ത് സുഖം അറിയോ കഥ പറയാൻ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അത് രജോ ഗുണമാണ്. തമോ ഗുണമുള്ള ആളുകളെ വിരട്ട് തന്നെ വേണം, ആ ഒരു നിലയിൽ. അങ്ങനെയൊക്കെയാണ് പറയണേ. അപ്പോൾ ഏതായാലും അശ്വത്ഥാമാവ് ശ്രേഷ്ഠനാണ്, ബ്രാഹ്മണനാവട്ടൊന്നും കാര്യമില്ല. അദ്ദേഹത്തിൽ പ്രകാശ ഗുണം അധികവും ആ ഒരു തമോ ഗുണമായിരുന്നു എന്ന് പറയണം. അതിൻ്റേതായിട്ടുള്ള ഫലം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു. താൻ പോയാലും ഒരു വംശം മുഴുവൻ നശിപ്പിക്കുമെന്നൊരു ദുർവാശി കൊണ്ട് ആ ഗർഭത്തെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ശാപം കിട്ടിയ ആത്മാവായിക്കൊണ്ട് ഇന്നും അലയേണ്ടതായിട്ട് വന്നു എന്നും ഇപ്പോഴും ഇപ്പോൾ നിങ്ങളൊക്കെ മാധ്യമങ്ങളിലൂടെ കേട്ടിട്ടുണ്ടാവുമല്ലേ. തെക്കൻ ഭാഗത്തൊരു പ്രത്യേക മലയിലൊക്കെ ഇദ്ദേഹം വന്നു പോകുന്നുണ്ട് എന്നൊക്കെ പറയണം. അശ്വത്ഥാമാവ് ചിരഞ്ജീവിയാണ്. അതിൻ്റെ തത്വാർത്ഥം എന്താ അറിയോ? പരപുച്ഛം, അഹങ്കാരം, ഭക്തി, സേവ, പരോപകാരം, ഇതൊക്കെ ചില ഗുണങ്ങളാണ്. അത് എന്നും ഉണ്ടാവും എന്നാണ് പറയുക. അപ്പം ആഞ്ജനേയ സ്വാമി ചിരഞ്ജീവിയായിട്ട് പറയും. അദ്ദേഹത്തിലുള്ള ആ ചിരഞ്ജീവിത്വം എന്താണെന്നറിയോ? സേവ, ദാസഭാവം. ഒരു പ്രഭുവിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊരു ഗുണവിശേഷമാണ് ആര് കാണിക്കുന്നത്? ആഞ്ജനേയ സ്വാമി. ഭക്തിയും നിഷ്ഠയും എങ്ങനെ ഇരിക്കണം, തൻ്റെ ധർമ്മം എന്താണ് എന്ന നിലയിൽ അനേകം ആളുകളെ ഉദ്ധരിക്കാനുള്ളൊരു ഭാവം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീമൻ നാരദമുനി. മനസ്സിലായില്ലേ? ആത്മസമർപ്പണം എന്നുള്ളൊരു ഗുണവിശേഷമാണ് ആര് ചെയ്തതറിയോ? തന്നെ കൊടുത്ത ആളാണ് മഹാബലി. എല്ലാം സമർപ്പിച്ചു. ഈ കഥയൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് പിന്നീട് പറയാം. 4-ാം ദിവസം ഈ കഥ വരും. വിസ്തരിച്ച് കേൾക്കുക, ശരിയായിട്ട് ഉൾക്കൊള്ളുക. ടെലിവിഷൻ ചാനലിലൊക്കെ വന്നിരുന്നിട്ട് പല വിഡ്ഢിത്തരങ്ങളും പലരും വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ മഹാബലിയെ ചവിട്ടി താത്തി, അതാണ് പാതാളം, കോതാളം. പാതാളമൊന്നുമല്ല, അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് സുതലം എന്നാണ്. വിശ്വകർമാവിനെ കൊണ്ട് ഭഗവാൻ 2 സൃഷ്ടികളാണ് കാര്യമായിട്ട് നടത്തിയിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ ഏതൊക്കെയാണെന്നറിയാമോ? ആദ്യം സൃഷ്ടിച്ചത് സത്യത്തിൽ ഇദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ്. ആർക്ക് വേണ്ടിയിട്ട്? തൻ്റെ പരമഭക്തനായിട്ടുള്ള പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിട്ടുള്ള വൈരോചനന്റെ പുത്രനാണ് ബലി. പ്രഹ്ലാദന്റെ പേരക്കുട്ടിയാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ്റെ പേര് വൈരോചനാണ്. വൈരോചന്റെ പ്രാധാന്യം എന്തറിയോ? ദാനധർമ്മങ്ങളിൽ അതീവ ശ്രദ്ധാലുവാണ്, കൃപാലുവാണ്. ആയുസ് ദാനം ചോദിച്ച ആൾക്ക് ആയുസ് കൊടുത്ത ആളാണ്, ചെറിയ ആളല്ല. അപ്പൊ വിത്തുഗുണം. അദ്ദേഹത്തിന്റെ മകനാണ് ആര്? ബലി ചക്രവർത്തി. ബലി ചക്രവർത്തി എന്താ ചെയ്തറിയോ? തന്നെ ഇങ്ങോട്ട് കൊടുത്തു എന്നാണ്.
അപ്പോൾ അതിൽ ഔത്സുക്യത്തോട് കൂടിയിട്ട് ഭഗവാൻ, കൃപാവാനായിട്ടുള്ള ഭഗവാൻ, ഞാൻ കുറച്ച് നിന്നെ ആക്ഷേപിച്ചു, വല്ലാതെ പരീക്ഷിച്ചു കേട്ടോ, എനിക്ക് സങ്കടമുണ്ട് ആലോചിക്കുമ്പോൾ, അതുകൊണ്ട് കുട്ടാ നീ ഒരു കാര്യം ചെയ്യേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ടൊരു ലോകം നിർമ്മിച്ചിട്ടുണ്ട് എന്നാണ് പറയണം. വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ച ലോകം, ആ ലോകത്തിൻ്റെ പേര് സുതലം എന്നാണ്. ആ സുതലത്തിലാണ് ആയിരിക്കുന്നത് മഹാബലി ചക്രവർത്തി. പിന്നെ അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, അനുഗ്രഹം എപ്പോഴും കൈകളേക്കാൾ ശ്രേഷ്ഠം കാലാണ്. ശങ്കരാചാര്യ സമ്പ്രദായത്തിലെ ആ മൂപ്പിൽ സ്വാമിയന്മാരെയൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ അവരെ എവിടെ കൊണ്ടാണ് അനുഗ്രഹിക്കാന്നറിയോ? മൂപ്പിൽ സ്വാമിമാരെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും അനുഗ്രഹം വാങ്ങിയവരുണ്ടോ? ശങ്കരാചാര്യ സമ്പ്രദായത്തിൽ ആ ദണ്ട് പിടിച്ചിട്ട് ദണ്ഡി സ്വാമിമാരുണ്ടല്ലോ, അതെ, അവർ സ്പർശിക്കില്ല, അവർ മാറിയിരിക്കും. ഒരു പലക വയ്ക്കാം, പലകയിൽ കാല് കയറ്റി വയ്ക്കും, കാലിങ്ങനെ കയറ്റി വയ്ക്കും, അതിൻ്റെ ചോട്ടിൽ തൊടാതെ നമ്മൾ നമസ്കരിച്ച് വരിക. അപ്പോൾ പാദത്തിലൂടെയാണ് അനുഗ്രഹം കൊടുക്കുക. സാക്ഷാത്കാരം ഇരിക്കുന്നത് പാദമാണ്. ഓരോ ദേവന്മാരെ ഓരോ അംഗങ്ങളുമായിട്ട് നമ്മൾ വിഭജനം ചെയ്തു കഴിഞ്ഞാൽ പാദം എന്നത് വിഷ്ണുവിൻ്റെ സ്ഥാനമാണ്. മനസ്സിലായില്ലേ? അതെ, ഇങ്ങനെ ഓരോന്നിനും ഓരോ തത്വമുണ്ട് എന്നറിയുകയാണ്. ഏതായാലും കുന്തി ദേവി പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥനയുടെ ഭാവം നമ്മൾ സ്മരിക്കാതെ പോയി കഴിഞ്ഞാൽ അതിൽ വലിയൊരു വിഷമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആ കഥ പറയുന്നത്. അപ്പോൾ കുന്തി ദേവിക്കുള്ള പ്രാധാന്യം എന്താ അറിയോ? ആദ്യമൊക്കെ കുന്തി നല്ല വിവരമുള്ള ആളാണ്. പക്ഷെ ഏത് വിവരമുള്ള ആൾക്കും മായ കൊണ്ട് മൂടിയിട്ട് ചില ഘട്ടങ്ങളിലെങ്കിലും ആ ജ്ഞാനം മറയാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാ? ആദ്യം ഇതാ കുന്തിയുടെ പ്രാർത്ഥന നോക്കൂ. നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. നമസ്തേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം. ഭഗവാനെ, അങ്ങ് ആ പ്രകൃതിയും പരനുമായിരിക്കുന്ന സർവപ്രാണികളുടെയും അകത്തും പുറത്തും അന്തർബഹിരവസ്ഥിതം ഇരിക്കുന്നവനെങ്കിലും ആരാലും അറിയപ്പെടാത്ത അങ്ങയ്ക്ക് നമസ്കാരം. മനസ്സിലായോ? എത്ര വിശാലമാണ് ഇതിൻ്റെ അർത്ഥം? എല്ലാ ജീവജാലങ്ങളിലും ജീവാത്മാരൂപത്തിൽ പ്രകാശിക്കുകയും അന്തരീയമായിട്ട് അകത്ത് പ്രകാശിക്കുകയും ഒട്ടും അറിയപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അങ്ങയ്ക്ക് നമസ്കാരം. സത്യത്തിൽ ഭഗവാൻ ആരുടെയൊക്കെ ഉള്ളിലുണ്ട്? എല്ലാവരുടെ ഉള്ളിലുണ്ട്. കാരണം ആ ഭഗവാൻ ഇല്ലെങ്കിൽ നമ്മളുണ്ടോ? ഇല്ല. ശരിയില്ലേ? ഇപ്പൊ നമ്മൾ മകളുടെ വീട്ടിലേക്ക് പോയി, കാനഡയിലെ മകള് ഇപ്പോൾ 12 കൊല്ലത്തിന് ശേഷം ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ട്, പോട്ടെ ഞാൻ കാണാമെന്ന് പറഞ്ഞു പോയി. പോകുമ്പോൾ ചക്കിയും പിന്നെ റവാ സ്റ്റോറിൽ നിന്ന് ഉപ്പിലിട്ടതൊക്കെ കൊണ്ടാണ് പോണത്. ഇതൊക്കെ കൊണ്ടുപോയി അവിടെ പോയിട്ട് സന്തോഷമായിട്ട് ചക്ക വരട്ടിയൊക്കെ കൂട്ടിയിട്ട് ചക്കപ്പായസം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിടിച്ചിരുന്ന ഇരിപ്പാണ്. പായസ ക്ലാസ് പിടിച്ചിട്ട് ഇരിക്കുക. ഒരു 4 മിടുക്ക് കഴിച്ചു. അവസാനം ഊറ്റി ഇങ്ങനെ അതിങ്ങനെ ചുണ്ടുകൂടെ അല്ല, ഇങ്ങനെ നിറഞ്ഞിട്ട് സൈഡിൽ കൂടെ. എന്താ നിങ്ങൾ ഈ കാണിക്കുന്ന കുട്ടികളെ മാതിരി എന്ന് പറഞ്ഞിട്ട് ക്ലാസ് പിടിക്കാൻ വേണ്ടി ഭാര്യ വരുമ്പോൾ ആള് പോയി. ഈ വിവരം നാട്ടിലേക്ക് എത്തി. സങ്കടമായി കേട്ടോ. മേനെ എത്ര മണിക്കാണ് വരിക? നെടുമ്പാശ്ശേരി നല്ല ചോദിക്കുക അല്ലേ? എന്താ പറയുക? ബോഡി എപ്പോഴാണ് വരിക എന്നാണ്. ആണല്ലോ. അതുവരെ മേനനായിരുന്നു. മേനൻ എന്തായി? കുറച്ചു നേരം കഴിച്ചപ്പോൾ മേനൻ ബോഡിയായിട്ട് മാറി എന്ന് പറയണം. അപ്പോൾ ഭഗവാൻ അകത്ത് പ്രകാശിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരെ ഇഷ്ടപ്പെടുകയും മാനിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ ആരെയാണ്? ആ വ്യക്തി അല്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ? അകത്തുള്ള ശക്തിയാണ്. അപ്പൊ ആ ജീവരൂപത്തിൽ ഭഗവാൻ അകത്ത് പ്രകാശിക്കുന്നതുകൊണ്ടാണ് ഈ ആകർഷണവും ആദരവും സ്നേഹവും ഒക്കെ ഉണ്ടാവുന്നത്. ഈ സാധനം അകത്തുനിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? മരിച്ച വീട്ടിൽ പോയിട്ടുണ്ട് നമ്മൾ, അനേകം സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോയപ്പോൾ ഭാര്യയും ഭർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടീന്നാ വിളിക്കുക. ഭാര്യ ഭർത്താവിനെ അങ്ങനെ വിളിക്കുക, കുട്ടി ടിക്കേഷൻ മതി നോക്കൂ കുട്ടി. അവരും അങ്ങോട്ട് കുട്ടി. അങ്ങനെ ഒരു ദിവസം ഒരു കുട്ടി അങ്ങോട്ട് പോയി, ഭർത്താവ് കുട്ടി അങ്ങോട്ട് പോയി. ശരീരത്തിൽ നിന്ന് ആ കൈ വേറെടുത്താൻ പാടുപെട്ടു. യമ പൊത്തി പിടിച്ച് കരയനെയാണ്. ആദ്യം ശബ്ദത്തിൽ കരയുമ്പോഴേ ഈ കരച്ചിൽ കാണുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് കരച്ചിലുണ്ടാവും. മരിച്ച വീട്ടിലത്തെ പലതരത്തിലുള്ള സമ്പ്രദായമായിട്ട് എന്തൊക്കെ പഠിക്കാൻ അറിയുമ്പോൾ പോയി കഴിഞ്ഞു. അതിനിടയിൽ ഓരോരുത്തർ ഷിഫ്റ്റായിട്ട് കരയും പറയും. അപ്പോഴേക്കും മറ്റേ ഒരു അയൽപക്കത്ത് കട്ടും കാപ്പിയും ബ്രെഡും ഉണ്ടാക്കിയിട്ട് കുട്ടിയെ 15 മിനിറ്റിലധികം കരഞ്ഞില്ലേ പോയി വരും. ഊർജം ഇങ്ങനെയൊക്കെ നടക്കും അല്ലേ? കുറേയൊക്കെ അഭിനയമാണ്. മുണ്ടൂർ എന്നൊരു സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെ ഒടുവങ്ങാട് എന്നൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരു മരണ വീട്ടിൽ നമ്മൾ എത്തേണ്ടി വന്നു. ഭാര്യയും ഭർത്താവും ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങും. ഇറങ്ങിയിട്ട് എന്താ പറഞ്ഞറിയോ? വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ജയറാമും ഭാര്യ ഉണ്ടല്ലോ, ശരിക്കും ഭാര്യ ഭർത്താക്കന്മാർ എന്താ കോമ്പിനേഷൻ. പക്ഷെ രണ്ടാമത് ഇറങ്ങിയില്ലേ? ഗോപേട്ടൻ കണ്ടു? അത് ഞാൻ കണ്ടില്ല, ഞാൻ ടി വിയിൽ കുറച്ചൊക്കെ കണ്ടു. ഭാര്യ അത്ര നന്നല്ല അല്ലേ? അത്ര നന്നല്ല.
എൻ്റെ എടേ വീടെത്തി, ഇതാണ് മരിച്ച വീട്. അതെ മാമേന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാർ എവിടുന്ന ഈ സാധനം വന്നതെന്ന് അറിയുന്നുണ്ട്. അതുവരെ ജയറാമിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ട് പോയത്. ആലോചിച്ച് നോക്കും. അപ്പം സത്യത്തിൽ ഇതൊക്കെ പലതൊക്കെ എന്താ അഭിനയാ. അപ്പം ഈ ഭാര്യ വിഷമിച്ചു. ആദ്യം അങ്ങനെ മുഖാരി രാഗത്തിലൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ അറിയോ, വാഴക്കൊലയിലും ഈ അരിച്ചാക്കിലും ഒക്കെ ഓരോരുത്തർ ഓരോ സ്റ്റൈലിൽ കിടന്ന് ഇരുന്നിട്ടും ചെരിഞ്ഞിട്ടൊക്കെ ഉറങ്ങാൻ തുടങ്ങി. 12:30, 1 മണി, 2 മണി കഴിഞ്ഞപ്പോൾ എന്താ അറിയോ, ഈ നിശ്വാസം തൻ്റെ മാത്രമേ ഉള്ളൂ. താൻ ആരെ ബുദ്ധിപിടിച്ചിട്ടാണ് കരയണത്? തൻ്റെ ഭർത്താവിനെന്ന് പറയാൻ വയ്യ, ഭർത്താവ് ആയിരുന്ന ആളെ. ശരിയല്ലേ? ഇപ്പം അതിൽ നിന്ന് ജീവൻ വിട്ടുപോയിരിക്കുന്നു. ഉടനെ എന്തായി അറിയോ, ഈ സ്ത്രീ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും ഉറക്കാം. മെല്ലെ എന്താ ചെയ്തറിയോ, എണീച്ചിട്ട് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വന്നിരുന്നു. അപ്പം എന്താ, ആ പ്രേതത്തിന് പേടിയാ. ശരിയല്ലേ? അപ്പം ഈ ജീവചൈതന്യം ഉള്ളിൽ ഉള്ളപ്പോഴാണ് ഇതിന് പ്രഭാവവും മാന്യതയൊക്കെ ഉള്ളത്. ഈ സത്ത് പോയാലോ, പോയി. അപ്പം ഇരിക്കുമ്പോൾ എന്ത് ചെയ്യറിയോ, ഇരിക്കുന്നത് പോലെ ഇരിക്കുക. അപ്പം ആ കുന്തി ഈ ബോധത്തിലൊക്കെയാണ് ഭഗവാനെ വിശേഷിപ്പിച്ചതെങ്കിൽ പോലും അടുത്ത സമയം എന്ത് ചെയ്തോ, മായ ബാധിച്ചു. അപ്പോൾ റിലേഷൻ വന്നു. എന്ത് പറഞ്ഞു? കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എൻ്റെ ദേവൂട്ടരുടെ മകനെന്നാണ് വിളിച്ചത്. ആദ്യം സർവേശ്വരൻ എന്നുള്ള ഭാവത്തിൽ വിളിച്ചു, പിന്നീട് ദേവൂട്ടരുടെ മകനെന്ന് വിളിച്ചു. പിന്നെയും അറിഞ്ഞു കേട്ടോ, ഭഗവാനെ എനിക്ക് മനസ്സിലാവുണ്ട് കേട്ടോ, നീ എന്നെ മായ കൊണ്ട് കളിപ്പിക്കുക. കാരണം എപ്പോ എനിക്ക് പ്രയാസം വന്നിട്ടുണ്ടോ ആ ഘട്ടത്തിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏത് ഭാവത്തിൽ? കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ കോലക്കുഴല് ഇടുപ്പിൽ വെച്ചിട്ട് അറിയാത്ത മാതിരി കൈ ഇങ്ങനെ കുത്തി നിന്നിട്ടൊരു ചിരിയുണ്ടല്ലോ. ഓ, വല്ലാത്തൊരു അത്ഭുതമാണ് കേട്ടോ. അത് കണ്ടാലും മതിയാവുമോ? ഇല്ലേ? മതിയാവില്ല. പക്ഷേ ഈ ഒരു അനുഭൂതി കിട്ടണമെങ്കിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എന്താ അപ്പം അതിങ്ങനെ ഇടയ്ക്ക് കിട്ടാത്തതെന്ന് ആലോചിച്ചപ്പോൾ വലിയ പ്രതിസന്ധികളും വിഷമമുള്ള സമയത്തൊക്കെ ഞാൻ ഉള്ളിൽ നിന്ന് ചുട്ട് നിന്നെ വിളിച്ച് നിലവിളിച്ചിട്ടുണ്ട്. ആ വിട്ട് നിലവിളിച്ച സന്ദർഭത്തിലൊക്കെ എനിക്ക് ആ അനുഭൂതി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കണം എന്തറിയോ, ഈ പ്രയാസം വേണ്ടിയിരുന്നു എന്നെ കാണണമെങ്കിൽ എന്ന് അപ്പയ്ക്ക് മനസ്സിലായതേ. അങ്ങക്ക് ഇഷ്ടം ഈ പ്രയാസം അനുഭവിച്ചിട്ട് കേണ് വിളിക്കുന്ന ആളുകളെ ദർശനം കൊടുത്ത് അനുഗ്രഹിക്കാനാണ് അങ്ങക്ക് ഇഷ്ടം എന്ന് അപ്പയ്ക്ക് മനസ്സിലായതേ. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഒരു കാര്യം ചെയ്യുമോ? വിപദസ്സന്തു നശ്ശൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യൽസ്യാൽ അപുനർഭവ ദർശനം. ഒരു പക്ഷേ ഇതുവരെ ആരും ആവശ്യപ്പെടാൻ ഇടയില്ലാത്തതും ഭാവിയിൽ ആരും ആവശ്യപ്പെടാത്തതും ആയൊരു കാര്യം ഞാൻ നിന്നോട് ആവശ്യപ്പെടണോ? ഭഗവാനെ നിരന്തരം ദുഃഖം തന്നിട്ട് അനുഗ്രഹിക്കണം കേട്ടോ എന്നാണ്. എന്താ കാരണം അറിയോ? സമൃദ്ധിയുടെ നടുവിൽ ഈ ജ്യോതിശാസ്ത്രത്തിൽ ഓരോ ഗ്രഹങ്ങൾക്ക് ഓരോ കാലയളവുണ്ട് അല്ലേ? ഏറ്റവും കൂടിയ കാലയളവ് ആർക്കറിയോ? ശുക്രനാ. എത്ര വർഷം അറിയോ? 20 വർഷം. അതെ. ഒരു ഗുരുനാഥനോട് ചോദിക്കുക ഒരാളെ, ഗുരുനാഥ എൻ്റെ ജാതകം എഴുതുമ്പോഴേ എന്തേ എനിക്ക് ശുക്രദശയില്ലേ? ശുക്രദശയില്ലേ? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞു, ഇപ്പോൾ സൂര്യൻ തുടങ്ങി. അല്ല പിന്നെ എല്ലാവർക്കും 20 കൊല്ലം ഉണ്ടാവുമോ? ശുക്രദശ 20 കൊല്ലാണ്. എനിക്ക് അത്ര കിട്ടിയില്ലല്ലോ. ആര് പറഞ്ഞു? ശുക്രദശ ചുന്നുപോയി 20 കൊല്ലേ. എന്നറിയോ? സുഖിയന ഭോഗങ്ങളിൽ ആകർഷണമായിക്കൊണ്ട് പല രാജ്യങ്ങളും കറങ്ങിക്കൊണ്ട് പല ലീലകളും വ്യാപരിച്ചുകൊണ്ട് ഉണ്ടുറങ്ങുവതേ സുഖം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞുകൂട്ടി. അതേസമയം 7 കൊല്ലേ ഉള്ളൂ കേട്ടോ കേതുവൊക്കെ. ആ ചങ്ങായി പോവാൻ വിഷമിക്കും. അതെ, എന്താ അത് തീരാത്തതെന്ന് തോന്നുന്നു. കാരണം ദുഃഖാനുഭവങ്ങൾക്ക് നമ്മൾ സുഖമായിട്ട് ഉറങ്ങുമ്പോൾ നമ്മൾ 5 മിനിറ്റേ കിടന്നുള്ളൂ എന്നല്ലേ തോന്നുക അല്ലേ? എന്താ അത്? ഇന്ന് സൂര്യൻ നേരത്തെ വന്ന കുട്ടിയെ
നേരത്തെയൊന്നുമില്ല, മൂപ്പര് കറക്റ്റ് സമയത്താണ് വന്നത്. പക്ഷെ നമുക്ക് വളരെ വേഗം വന്നമാതിരി തോന്നാം. അതേസമയം ചെവിയിൽ കോട്ടരമ പറഞ്ഞപ്പോഴാണ് ഓർമ്മ കേട്ടോ, നമ്മൾ ആ കിടക്കണ മുറിയൊക്കെ ഒന്ന് അടിച്ച് തളിച്ച് ശുദ്ധാക്കിയിട്ട് കുറച്ച് പുകച്ച് തരണം കേട്ടോ, ആരാച്ചാ ചെയ്യണേ. ഇന്നലെ ഞാൻ കുറച്ച് നേരമൊക്കെ എണീച്ചിരിക്കുകയും ചെയ്തത്. അപ്പോൾ ജപം നടന്നു അതുകൊണ്ട്. പക്ഷേ എന്നും ജപിച്ചാൽ കഥ പറയാൻ വയ്യല്ലോ, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇരിക്കട്ടെ. അപ്പോൾ ഈ വിദ്വാൻ ചെവിയിൽ പെട്ടാലത്തെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. ഉറക്കം സുഖാവുമോ? എല്ലാ വേദനയും സഹിക്കുക കുട്ടിയെ, പല്ലുവേദന സഹിക്കില്ല. ചിലരങ്ങനെ പറഞ്ഞു കേൾക്കാം. ഏത് വേദനയും സഹിക്കില്ല, പല്ലുവേദനയും സഹിക്കില്ല, ചെവി കുത്തും സഹിക്കില്ല. വേദനകളൊന്നും ആശാസ്യമല്ല എന്ന് പറയുകയാണ്. അപ്പോൾ വേദന വല്ലാതെ ഉള്ളിൽ തട്ടുമ്പോൾ ഭഗവാന്റെ അനുഭവം ഉണ്ടാവും. ഒരാൾക്ക് ദേവീ മഹാത്മ്യത്തിൽ 7 ശ്ലോകങ്ങൾ ഉപദേശിച്ചു. കാരണം അർജൻറ്റുള്ള ആളെ, ബിസിനസ്സുകാരനാണ്, ഇരുന്ന് ജപിക്കാൻ ടൈമില്ല. അപ്പോൾ സ്വാമി നമുക്ക് പറ്റിയ മാതിരി ഒരു ഉപദേശം തരുമെന്ന് പറഞ്ഞു. 7 ശ്ലോകം പിടിച്ചോളൂ പറഞ്ഞു. ഏതാണ് 7 ശ്ലോകം അറിയോ? ഓം ജ്ഞാനിനാമവിചേതാംസി ദേവീ ഭഗവതി ഹിസാ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. 1-ാം അധ്യായത്തിലത്തെ ഇടയിലത്തെ ഒരു ശ്ലോകമാണ്. ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതീസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി. 2-ാമത്തെ ശ്ലോകം എന്ന് 4-ാം അധ്യായത്തിലാണ്. ദുർഗേ സ്മൃതാ ഹർഷഭീതിമശേഷ ജന്തോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭം ദദാസേ ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വതന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. ദാരിദ്ര്യമോചനത്തിനുള്ളൊരു മന്ത്രമാണത്. 3-ാമത്തേത് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അതിൻ്റെ ഒപ്പം ശരണാഗതദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമസ്തുതേ. അപ്പോൾ ആർത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിതൻ എന്നർത്ഥമാണ്. സംസ്കൃതത്തിലെ ആർത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലത്തെ ആർത്തിയല്ല, ദുഃഖം. എല്ലാവിധത്തിലുള്ള ദുഃഖവും അനുഭവിച്ചുകൊണ്ട് ക്ലേശിക്കുന്ന എന്നെ ഉപേക്ഷിക്കരുതേ, കൈവെടിയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന രീതിയാണ്. കാരണം നമ്മൾ അമ്മയെ പിടിച്ചു വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ പിടി വിട്ടു വരും. പുതിയ കാഴ്ചകളെ ലുലു മാളൊക്കെ കാണുമ്പോഴേ അമ്മേ 5 മിനിറ്റ് കേട്ടോ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടു വരും. പക്ഷെ അമ്മ അങ്ങോട്ട് പിടിച്ചാലോ അവിടെ നിൽക്കുക അവിടെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോകും. മനസ്സിലായില്ലേ? ഭക്തിയിൽ 2 ഭാവമുണ്ട്. കുരങ്ങ് കുട്ടി കുരങ്ങ് അമ്മയെ പിടിക്കുന്നൊരു ഭാഗമുണ്ട്. കണ്ടിട്ടുണ്ടോ? ഏത് മരത്തിലേക്ക് ചാടുമ്പോഴും ആ കുരങ്ങ് പിടുത്തന്നല്ലേ പറയാ, ആ പിടിച്ചാ വിടില്ല, അമ്മയുടെ ഒപ്പം പോയിക്കൊണ്ടിരിക്കും. പക്ഷെ കുട്ടിക്ക് റിസ്ക് ഉണ്ട്. 2-ാമതൊരു ഭാവമുണ്ട്, പൂച്ചക്കുട്ടയുടെ ഭാവ. അതെന്താ? കുട്ടി പിടിക്കാനൊന്നും നോക്കില്ല. കുട്ടിക്ക് എന്തേ അറിയോ അമ്മേ വിളി. അമ്മ വാത്സല്യപൂർവ്വം ആ ഉണ്ണി എടുത്തിട്ട് എവിടെയാണോ വെക്കേണ്ടത് വെക്കേണ്ടടത്തേക്ക് വെക്കണം. പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട്. എന്താ നിബന്ധന അറിയോ? ശാഠ്യം പിടിക്കാൻ പാടില്ല. അമ്മ എവിടെ വെച്ചാ വെച്ചോട്ടെ, ഞാൻ അമ്മയെ ആശ്രയിച്ചിരിക്കണു എന്നൊരു ബോധത്തിൽ പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഇരുന്നാലോ അമ്മ വേണ്ടവിടെ എത്തിച്ചോളൂ. പിന്നെ സർവബാധാപ്രശമനം ത്രൈലോക്യ സകലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മത് വൈരിവിനാശനം. അതിലൊരു ശ്ലോകം കൂടി പറഞ്ഞു. എന്താണത്? രോഗാനശേഷാനപഹംസി തുഷ്ട രുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടൻ ത്വാമാശ്രിതാനാം വിബന്ധരാണാം ത്വാമാശ്രിയഹ്യാശ്രയതാം പ്രയന്തി. സ്വാമിജി, ഈ രോഗാനശേഷ എന്നൊരു ശ്ലോകം ഉണ്ടല്ലോ, എന്താ അതിൻ്റെ അർത്ഥം? എന്താ അതിൻ്റെ ഫലം? എന്താ സംശയം? രോഗമുക്തി അല്ല. അപ്പോൾ ഈ മന്ത്രം ചൊല്ലിയ സൂക്കട് മാറുമോ? സൂക്കട് മാറും. എങ്ങനെയത്? അത് പറയാം. പറയൂ സ്വാമി. മെഡിക്കൽ ഷോപ്പുകൾ പ്രവർത്തനക്ഷമമില്ലാതിരിക്കുമ്പോൾ, കയ്യിൽ കാര്യമായിട്ട് കാശില്ലാതിരിക്കുമ്പോൾ, സമൂഹത്തിൽ അരാജകത്വം പടർന്ന് ഹർത്താലോ ബന്ധോ പ്രകടനമോ നടക്കുമ്പോൾ, ഡോക്ടർ ലീവാകുമ്പോൾ, ക്ലാസ്സിൽ സ്വല്പം വെള്ളമെടുത്ത് 2 തുളസീതളമിട്ട് 1 നുള്ള് ഭസ്മം അതിൽ പിടിച്ച് മോതിരവിരലും നടുവിരലും കൂടി പെരുവിരൽ തീർത്ത വെള്ളത്തിൽ അമർത്തി രോഗാനശേഷാനപഹംസുതുഷ്ടാരുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം നിബന്ധരാണാം ത്വാമാശ്രിയഹ്യാശ്രയതാം പ്രയന്തി എന്ന് 18 തവണ ജപിച്ചിട്ട് ആ തുളസീതളം കഴിച്ചിട്ട് തീർത്ഥം സേവിച്ചാൽ രോഗമുക്തി നടക്കും. പക്ഷേ ഡോക്ടർ അടുത്തുണ്ടാവുമ്പോൾ, കെട്ടുകണക്കിന് പണമുണ്ടാകുമ്പോൾ, വാഹനം സജ്ജമായിരിക്കുമ്പോൾ, ഹർത്താലില്ലാത്തപ്പോൾ ജപിച്ചാൽ ഫലമുണ്ടാവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം വിശ്വാസം ഉറക്കില്ല. ഒരു വഴിയും തെളിയാതിരിക്കുമ്പോഴാണ് ഈശ്വരൻ്റെ വഴി തുറക്കുക.
ശ്രദ്ധിക്കുക. എല്ലാ വഴികളുടെ ഇടയിൽ നിന്ന് ഈശ്വരനെ സ്മരിക്കുവാനും ഭജിക്കുവാനും സാധിക്കുന്നുവെങ്കിൽ വലിയ സുഹൃതമാണ്, മഹാഭാഗ്യമാണ്. അപൂർവം ചില യോഗശാലികൾക്ക് മാത്രമാണ് ഇത് സാധിക്കുക. അതുകൊണ്ട് കുന്തി മാതാവ് പ്രാർത്ഥിച്ചു, പ്രഭോ എപ്പോൾ വിഷമം വന്നിട്ടുണ്ടോ ആ ഘട്ടത്തിലേക്ക് എനിക്ക് നിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം സ്ഥിരമാവാനായിക്കൊണ്ട് യോഗികൾ പ്രാർത്ഥിച്ചതുപോലെ, എന്താണ് യോഗികൾ പ്രാർത്ഥിച്ചത്? യോഗീന്ദ്രാണാം തുദംഗേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരികി സലയം നാഥദേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ എന്ന് പ്രാർത്ഥിച്ച അനുഭൂതിയിൽ ലയിക്കാൻ സാധിക്കണമെങ്കിൽ അവിടുന്ന് സ്ഥിരമായിട്ട് ദുഃഖവും ദുരിതവും തന്ന് അനുഗ്രഹിക്കുമോ എന്ന് കുന്തി മാതാവ് പ്രാർത്ഥിച്ചു. ഭഗവാൻ പുഞ്ചിരിച്ചു. അവരാഗ്രഹിച്ച വിധത്തിലുള്ള ഫലങ്ങളെല്ലാം കൊടുത്തു. കുറച്ചൊക്കെ മക്കൾ നഷ്ടപ്പെട്ടാൽ പോലും വേദവ്യാസ ഭഗവാന്റെ അനുഗ്രഹത്താൽ, അദ്ദേഹത്തിൻ്റെ ഇച്ഛയാൽ, അദ്ദേഹത്തിൻ്റെ അനുവാദത്താൽ ഭഗവാൻ ആ മാനസ സരോവരത്തിൻ്റെ തീരത്തിൽ ആ ശൂന്യമായി തെളിഞ്ഞ് ആ ഓളങ്ങളില്ലാതെ അടങ്ങിയിട്ടുള്ള ആ ജലാശയത്തിൻ്റെ പ്രതിബിംബം പ്രതിഫലിക്കുന്ന മാതിരിയുള്ള ആകാശത്തിൽ ഇവരെയൊക്കെ കാണിച്ചു കൊടുത്തു എന്ന് പറയുകയാണ്. നഷ്ടപ്പെട്ടു പോയ മക്കളെയൊക്കെ ആ ഭഗവാൻ വേദവ്യാസൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ കുന്തിയുടെ കഥ. അതിനുശേഷം ഭീഷ്മ മഹാരാജ ഭീഷ്മര്, ദേവവ്രതൻ എന്നുള്ള ആള്, ഗാംഗേയൻ എന്ന വ്യക്തി ചിരഞ്ജീവിയാണ്. അദ്ദേഹത്തിന് വിശിഷ്ടമായിട്ടുള്ളൊരു വരദാനാണ്, വര ഉണ്ട്. എന്താണെന്നറിയോ? സ്വേച്ഛാമൃത്തി വരം. കാരണം എപ്പോഴാണോ താൻ ആഗ്രഹിക്കണത് ആ സമയത്ത് മാത്രമേ അദ്ദേഹത്തിന് മരിക്കണ്ടൂ എന്ന് പറയണം. കാലൻ അദ്ദേഹത്തിനെ അടുക്കില്ല എന്ന് പറയണം. അങ്ങനെ ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ഭീഷ്മര്. കാരണം ഭീഷ്മമായിട്ടുള്ള വ്രതം സ്വീകരിച്ചുകൊണ്ടാണ് ആ ഭീഷ്മർ എന്ന് അദ്ദേഹത്തിന് നാമധേയം ഉണ്ടായത്. ഗാംഗേയൻ എന്നും ദേവവ്രതൻ എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദേവദത്തൻ എന്നും ചില ആളുകൾ അദ്ദേഹത്തിനെ വിളിക്കും. ഏതായാലും അദ്ദേഹം ആ ശരശയ്യയിൽ ഉത്തരായന കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കിടക്കണ ഒരു സന്ദർഭം. ആ സന്ദർഭത്തിൽ ഭഗവാൻ, ലീലാമികനായിട്ടുള്ള ഭഗവാൻ എന്ത് ചെയ്തറിയോ? യുധിഷ്ഠിരാദികളെയൊക്കെ കൂട്ടിയിട്ട് ആ ശയ്യയിൽ ആ മരണം പ്രതീക്ഷിച്ച് ഉത്തരായന കാലത്തെ കാത്തു കിടക്കുന്ന ഭീഷ്മരുടെ അടുത്തേക്ക് ഭഗവാൻ ചെന്നു. ഭഗവാൻ ഇടയ്ക്കൊന്നും എന്തറിയോ ഒന്ന് മറഞ്ഞു കളിക്കുമ്പോൾ പുള്ളിക്ക് അത് ഇഷ്ടമാണ്. കള്ളനാണല്ലോ അല്ലേ, നടനാണ്. നടന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായില്ലേ? എന്താ നടന്ന് പറഞ്ഞ അർത്ഥം? സ്വന്തം ഉണ്മയെ മറച്ചുകൊണ്ട് മറ്റൊന്ന് പ്രകടിപ്പിക്കുക. അപ്പൊ കണ്ടതല്ല ആള് വേറെയാണ്, പക്ഷെ കാഴ്ചക്കാർക്ക് വേറൊന്നായി തോന്നുമെങ്കിൽ അത് അഭിനയമാണെന്ന് പറയണം. അപ്പൊ അങ്ങനെ ആ ഭഗവാൻ വലിയ നടനാണ്. അപ്പൊ അദ്ദേഹം മറ്റുള്ളവരുടെ ഇടയിൽ മറിഞ്ഞിട്ട് അദ്ദേഹം നടക്കും. അപ്പോൾ ഈ കിടക്കണ ആൾക്ക് എണീക്കാൻ വയ്യല്ലേ, പക്ഷെ ഉള്ളിൽ എന്താ ചിന്ത? ഒരു നോക്ക് കണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണല്ലോ മോഹം ഉണ്ടാവുക. ശരിയല്ലേ? വളരെ സുലഭമായിട്ടൊരു വിഷയം നമ്മുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ടാവില്ല. അല്ല, തോന്നുന്നുണ്ടോ? ആശയം പിടികിട്ടിയില്ലേ? സുലഭമായിട്ടൊരു വസ്തു നമ്മുടെ മുമ്പിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ വസ്തുവിനോട് നമുക്കൊരു മതിപ്പുണ്ടാവുമോ? അപ്പൊ ദൂരെ ഇരിക്കുന്ന നമുക്ക് അടിക്കടി ഗുരുവായൂർ പോകാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ഉള്ളിൽ എത്ര പരിശ്രമമാണ് അല്ലേ ഭഗവാന്റെ അടുത്ത് എത്താൻ. എത്തിക്കഴിഞ്ഞാലോ എത്ര മടക്കുള്ള വരിയിലൂടെയാണ് നമ്മൾ ഭഗവാനെ ഒന്ന് കാണാൻ പോവുക അല്ലേ? പലതും പ്രതീക്ഷിച്ചിട്ട് ഹരേ രാമ അല്ലെങ്കിൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ഹരേ അല്ലെ, അങ്ങനെ. ഇല്ലെങ്കിൽ ചില ആൾക്ക് വിഷ്ണു ഭട്ടക്കാരോ ഇങ്ങനെ എന്തെങ്കിലുമായിട്ട് ഈശ്വരനാമല്ലേ പ്രതീക്ഷിക്കാം. അതെ, നമുക്കതേമാതിരി ഒരു ഭാഗ്യം ഉണ്ടായി. അങ്ങനെ ഒരു വിശിഷ്ട വ്യക്തിത്വം, നമ്മളെ അറിയുന്ന ഒരാൾ വരിയിൽ നിൽക്കാതെ കൂട്ടിയിട്ട് പലതവണ ഉണ്ടായിട്ട് ഇപ്പം നമ്മളതിന് മെനക്കെടാറില്ല. അങ്ങനെ കൊണ്ടുപോയി തിരുമുടിമാലിയും കളഭവും പായസവും ഒക്കെ അടങ്ങുന്ന ഒരു കിറ്റ്, ഒരു സഞ്ചി നമുക്ക് കോയ്മ പുറത്തുനിന്ന് ഏർപ്പാട് ചെയ്ത് തന്നു. വരിയിൽ നിൽക്കാതെ കണ്ട് ഈ ഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊരു നിറവുണ്ടാവില്ലേ, ഒരു ആനന്ദം. അങ്ങനെ ഹരേ നിന്റെ ഒരു ലീല എന്നും പറഞ്ഞിട്ട് വടക്കേ ഭാഗത്തായിട്ടേ കുറൂരമ്മയൊക്കെ ഉണ്ട് കേട്ടോ. ഗുരുവായൂർ അങ്ങനെ വിസ്തരിച്ച് കണ്ടിട്ടുണ്ടോ? വില്ലുമംഗലം ഭഗവാനെ കണ്ട് കളിച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു ദീപം വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അകത്തൊരു തടപ്പള്ളി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഭാഗത്തൊരു ദീപം കത്തുന്നുണ്ടാവും. അവിടെ മണിക്കിണറിൻ്റെ അപ്പുറത്തായിട്ട് അതിൻ്റെ പുറകിൽ കുറൂരമ്മയ്ക്ക് ഇരിക്കുന്നുണ്ട്. ആ അമ്മയൊക്കെ ഒന്ന് തൊട്ടു തൊഴാം. ഒക്കെ തൊഴുത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്തുതി കേട്ടു ഗുരുവായൂരുന്നായിരുന്നു. എന്തായിരിക്കുന്നു വല്ല ഊഹണ്ടോ? ഓ മലയാളെ കണ്ടു ഞാൻ
ഭഗവാൻ ഇതെന്താപ്പത്? എവിടുന്നാണ് നോക്കിയപ്പോൾ മഞ്ഞ ഷാളിട്ടുള്ള GD ഗുരുവായൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരനാണ്. ആലോചിച്ചു ഭഗവാനെ, എന്തുകൊണ്ടായിരിക്കും ഈ അസുരനിൽ നിന്ന് ഇങ്ങനെയൊരു നാമം വന്നതെന്ന് ചിന്തിച്ചു. അപ്പം എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ ദുസ്വാധീനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് എന്ന നിലയിൽ മാത്രം അതിനെ കണ്ടിട്ട് ക്വാർട്ടേഴ്സ് സൗകര്യങ്ങളും മറ്റുള്ള ലാഭങ്ങളും മോഹിച്ച് കയറി കൂടുന്ന ആളുകളിലാണ് ഇത്തരം വികാരങ്ങൾ ഉണ്ടാവുന്നത്. ആ സ്ഥലത്തിൻ്റെ മഹത്വം അവർ അറിയുന്നില്ല. എത്ര ക്ലേശിച്ചിട്ടും എത്ര ജന്മത്തിൻ്റെ പുണ്യമായിട്ടാണ് ഭഗവാനോട് അടുത്ത് പെരുമാറാൻ സാധിക്കുന്നതെന്ന് അറിയുന്നുണ്ടോ? ഇല്ല. അപ്പം ശ്രദ്ധിക്കുക, വളരെ അടുത്ത എല്ലാ ഭാഗ്യങ്ങളും കിട്ടുമ്പോൾ നമുക്കതിൻ്റെ മതിപ്പ് അറിഞ്ഞോളന്നില്ല. ശരിയല്ലേ? ഇത് വളരെ പ്രധാനമാണ്. അങ്ങനെ സുലഭമായിട്ട് കാണാൻ സാധിക്കാത്തയുള്ള ക്ലേശം കൊണ്ട് ഭീഷ്മര് ഭഗവാനെ ഒരു നോക്ക് ആ പുഞ്ചിരിച്ച മുഖം കാണണം എന്ന് പ്രതീക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ അടുത്തെത്തിയപ്പോൾ കിടന്ന് അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകാരോ സജീവം ധൂതം സൗഹൃദാദസാരഥിം സർവാത്മനസമൃദശോ ഹൃദയന്വിസ്യാനഹം കൃതേ തൽകൃതം ഇതി വൈഷമ്യം നിരവധ്യ സകച്ചേ നിരവധ്യസ്യ ന ക്വചിത് തഥാപ്യേകാന്തഭക്തേഷു പശ്യഭൂപാനുകമ്പിതം യന്മേ സംസേജത സാക്ഷാൽ കൃഷ്ണ ദർശനമാഗത. ഭഗവാനെ, ഞാൻ ഏകാന്ത ഭക്തനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സർവേശ്വരനായിട്ടുള്ള അവിടുന്ന് കാരുണ്യാധിക്യം കൊണ്ട് അടിയൻ അങ്ങോട്ട് കാണാൻ വരണതിന് പകരം അടിയൻ കിടക്കണ സ്ഥലത്തേക്ക് ഇങ്ങോട്ട് കാണാമെന്നില്ലേ എന്നാണ് ആ സ്തുതിയുടെ അർത്ഥം. അത് മാത്രമല്ല, ഇവർ തമ്മിൽ നേരത്തെ ഒരു ബെറ്റ് വയ്ക്കലുണ്ടായിരുന്നു, ഒരു വാതുവയ്പ്പ് ഉണ്ടായിരുന്നു. ഭഗവാൻ പറഞ്ഞോട്ടോ, ഞാൻ എൻ്റെ സേനേനെ ഒരു ഭാഗത്തേക്ക് അയക്കാം, ഒരു ഭാഗത്ത് ഞാനും നിൽക്കാം. ഞാൻ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ എനിക്ക് നേരത്തെ ഒരു വ്രതം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഭീഷ്മൻ എന്ത് പറഞ്ഞു? നിന്നെ കൊണ്ട് ഞാൻ ആയുധം എടുപ്പിക്കുന്നു. പക്ഷേ ഭഗവാൻ ആയുധം എടുക്കേണ്ട ആവശ്യമില്ല. സങ്കല്പം കൊണ്ട് തന്നെ എന്തും ചെയ്യാൻ സാധിക്കുന്ന, കേവലം 7 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് കൊട ചൂടിയതുമാതിരി പർവ്വതത്തെ ഉയർത്തിയ ഭഗവാൻ വല്ല പ്രയാസമുണ്ടോ? ഇല്ല. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തറിയോ? തൻ്റെ ഭക്തന്റെ വാക്ക് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട് ആയുധമെടുത്തു. പ്രയോഗിച്ചില്ല, ആയുധമെടുത്തു. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. ഇങ്ങനെ ഭഗവാന്റെ ഓരോ ലീലകളെയും കാരുണ്യത്തെയും പറ്റി ഇങ്ങനെ ഓർത്ത് കഴിയുന്നതിൻ്റെ ഇടയിൽ ഭഗവാൻ മഹാപ്രസ്ഥാനത്തിന് തയ്യാറായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വധാമഗമനത്തിന് തയ്യാറായി. കാരണം മക്കളും പേരക്കുട്ടികളൊക്കെ ആയി. കുറേ ആളുകളിലേക്ക് ഭഗവാൻ തന്നെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദ്വാരക കടലെടുക്കും എന്നൊക്കെ ഭഗവാൻ നേരത്തെ പ്രവചിച്ചു. ആ ഘട്ടത്തിൽ വലിയ സങ്കടം യുധിഷ്ഠിരന് സഹിക്കാൻ പറ്റാതെ വന്നു. ഇനി ഭഗവാൻ പോയി കഴിഞ്ഞാൽ ഇപ്പം എന്താ ഉണ്ടാവുക? അതോടുകൂടി കഴിയുമല്ലോ ദ്വാപരം. പിന്നെ കലിയല്ലേ വരിക? കലിയിൽ സർവത്ര അധർമ്മല്ലേ ഉണ്ടാവുക? സാമാന്യ ജനങ്ങൾ എന്താ ചെയ്യുക ഈ ജന്തുക്കളൊക്കെ എന്ന് ചോദിച്ചു. കോ ധർമ്മ സർവധർമാണാം ഭവത പരമോ മതഃ കിം ജപന്മുച്യതേ ജന്തുർജന്മ സംസാരബന്ധനാത്. ശ്രീഭീഷ്മ ഉവാച ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സുവന്നാമ സഹസ്രേണ പുരുഷ സതതോത്തിതഃ. ആ ജാതവഹ ജന്തവഹ, ജനിച്ചവരൊക്കെ എന്താണ്? ജന്തുക്കളാണ്. ഭഗവാനെ, അങ്ങ് പോയി ആ ദ്വാപരയും കഴിഞ്ഞ് കലി ആഗതമായി കഴിഞ്ഞാൽ ഈ ജന്തുക്കൾ പിന്നെ എന്തിനെ ആശ്രയിക്കും? ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ജഗത് പ്രഭുവായിട്ടുള്ള സാക്ഷാൽ ശ്രീമൻ നാരായണന്റെ അനന്തനാമോവ സഹസ്രനാമോവ, ആയിരക്കണക്കിന് നാമങ്ങളുള്ള ഏതെങ്കിലും ഒരു നാമമുള്ളതിൽ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം സ്വസ്ഥനായി ഇരിക്കുമ്പോളെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകലും
ഏതു ദിക്കിലിരിക്കലും തന്നെ നാവുകൊണ്ടിതു ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കേട്ടിടുമെന്നല്ലോ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. പക്ഷേ അതിന് യുധിഷ്ഠിര ഒരു കാര്യം വേണം. എന്താ അറിയുക? ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ആ കൃപയുണ്ടെങ്കിൽ, ആ ഗുരുബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിൽ ആ കൃപ വർഷിക്കും. അപ്പം എന്താ സംഭവിക്കുക അറിയോ? വേണ്ടത് വേണ്ടപ്പോൾ പ്രകാശിക്കും. വേണ്ടത് വേണ്ടപ്പോൾ പ്രകാശിക്കണമെങ്കിൽ ഏറിയാലൊന്നും ഏറിയാലൊന്ന് നന്ന്. അതെന്തറിയോ? ഏറിയാൽ നല്ലത് ഗുരുത്വം എന്നാണ്. എവിടുന്നൊക്കെ അനുഗ്രഹം കിട്ടുന്നുണ്ടോ അവിടുന്നൊക്കെ വാങ്ങിച്ചോളൂ. ഏത് വിദ്വാന്റെ കയ്യിലാപ്പം ഈ കൃപയുള്ളത് നമുക്കറിയോ? ഈ കരുത്തുള്ളതെന്നറിയോ? അറിയില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം? എല്ലാവരെയും തന്നേക്കാൾ പോകുന്നവനാണെന്ന് കണ്ടോളുക. നമ്മളിൽ താഴെയാണ് ആരും എന്ന ആരെയും ധരിക്കണ്ട. എല്ലാവരും അതെ എലിജിബിളാണ് എന്ന ഭാവത്തിൽ കാണാം. എല്ലാവരെയും മാനിക്കുക. അപ്പം എന്താണ് വേണ്ടത്? വേണ്ടതിലധികമായിട്ട് വന്നു ചേരും എന്ന് അദ്ദേഹം പറയണു. അതിനുശേഷമാണ് ആ മനസ്സുറയ്ക്കാനായിക്കൊണ്ട് സഹസ്രനാമങ്ങളെ ഉപദേശിക്കുന്നത്. എന്താണത്? യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത്. യാതൊന്നിൻ്റെ സ്മരണ കൊണ്ടാണോ ജന്മസംസാരത്തിൽ നിന്ന് നമുക്ക് മുക്തനാവാൻ സാധിക്കുന്നത്? യസ്യ സ്മരണമാത്രേണ ജന്മസംസാരബന്ധനാത് വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. ആ ഭഗവാന്റെ ആ മന്ത്രത്തെ അതിനുശേഷം ഓം വിശ്വം വിഷ്ണു വഷട്കാരോ ഭൂതഭം വിഭവത് പ്രഭു ഭൂതകൃത് ഭൂതവൃദ്ഭാവോ ഭൂതാത്മാ ഭൂതപാവന എന്നുള്ള ഭാഗങ്ങൾ ആരുപദേശിക്കുന്നതാണ്? അതെ, യുധിഷ്ഠിരനോട് ചർച്ച ചെയ്ത് ആ കാര്യത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് ഭീഷ്മരാണ് എന്ന് പറയണം. കാരുണ്യം കൊണ്ട് ആ കഥകളിലൂടെ നമുക്ക് കുറേയൊക്കെ പറയാം. ശുഗബ്രഹ്മർഷി ഈ പ്രായോപവേശം നിശ്ചയിച്ച ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. തത്ര ആഭവത് എന്നല്ലേ വായിച്ചത്? ആഗമത് എന്നല്ല, ആഭവത്. അപ്പോൾ ബ്രഹ്മസ്വരൂപനായിട്ടുള്ള അദ്ദേഹം എല്ലാവിടെയും ഉണ്ട് എന്നാണ്. പരബ്രഹ്മത്തിൽ വിലയിച്ചു ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. പ്രപഞ്ചം എവിടെയോ അതിൻ്റെ അപ്പുറം പ്രപഞ്ചാകാര രൂപേണ എല്ലാത്തിലും വിളങ്ങുകയാണ്. അപ്പം വേണ്ടവിടുന്ന് ഉത്ഭൂതനാവാൻ സാധിക്കും. ഇപ്പം മഹാത്മാക്കളൊക്കെ മഹാവതാർ ബാബാജിയെ കണ്ടിട്ടുള്ള 1-2 പേരെ നമ്മൾ കണ്ടിട്ടുള്ളവരായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒരു ഡിണ്ടിക്കലൊരു ബാബയുണ്ട്, കൈലാസ്നാഥ് ബാബ എന്ന് പറയും. അദ്ദേഹം കണ്ടിട്ടുണ്ട്. പിന്നെ അതേമാതിരി ഒരു മുംതാസ് അലി എന്ന പേരുള്ള ശ്രീ എം എന്നൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ മദനശ്ശേരി എന്നുള്ള സ്ഥലത്ത് നമ്മൾ പോയിട്ട്, മദനപ്പള്ളി എന്ന സ്ഥലത്ത് പോയിട്ട്, ആന്ധ്രയിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് ആ എക്സ്പീരിയൻസ് ഒന്ന് വർണ്ണിക്കാമോ ചോദിച്ചു. 2 പേരും പറഞ്ഞത് ഒരേ ഉത്തരമാണ്. 2 പേരും നമ്മൾ ഈ ചോദ്യം ചോദിച്ചു. അന്തരീക്ഷത്തിൽ സുഖമായിട്ടുള്ളൊരു ശൈത്യം ഇങ്ങനെ വരും, ഒരു നനുത്ത കാറ്റിങ്ങനെ വരിക. അതിൻ്റെ ഇടയിൽ ഇളം മഞ്ഞ നിറത്തിൽ ഇങ്ങനെ ഒരു പ്രകാശം പോലെ ഇങ്ങനെ കണങ്ങൾ, ത്രിസരേണുക്കൾ ഉണ്ടാവുമല്ലോ അന്തരീക്ഷത്തിൽ. ത്രിസരേണു കണ്ടിട്ടില്ലേ? ത്രിസരേണു മനസ്സിലായോ? കണ്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവില്ല. കണക്ക് മാഷിൻ്റെ അടുത്ത് നിന്ന് കിഴുക്ക് കിട്ടിയിട്ടുണ്ടോ പഠിക്കുമ്പോൾ? അപ്പം ഇങ്ങനെ വെള്ളത്തിൽ വലിയൊരു വെള്ളി ഇങ്ങനെ, അതാണ് ത്രിസരേണു. അതെ, 3 തന്മാത്രകൾ കൂടുന്ന സാധനത്തിൻ്റെ പേരാണ് ത്രിസരേണുക്കൾ, പ്രകാശ രേണുക്കൾ. അവ മഞ്ഞ കളറായിട്ട് ധാരാളം പ്രകാശരേണുക്കൾ ഇങ്ങനെ അടുത്തു കൂടും. എന്നിട്ടോ അത് ക്രോഡീകരിച്ചിട്ട് ഒരു രൂപമായിട്ട് മാറും. എന്നിട്ട് വേണ്ട കാര്യങ്ങൾ നൽകുക. അതിനുശേഷം അങ്ങനെ ലയിച്ചിട്ട് പ്രപഞ്ചത്തിലേക്ക് തന്നെ പോവുക. ഇതാണ് ഭാവം.
ഈശ്വരൻ പ്രത്യക്ഷീഭവിക്കുന്ന ഭാവം, മഹാത്മാക്കൾ വരുന്ന ഭാവം, ഇങ്ങനെ രീതിയാണ്. ഇത് കെട്ടുകഥമായി തോന്നും, കെട്ടുകഥയില്ല, വസ്തുതയാണ്. നിങ്ങൾക്കത് ബോധ്യം വരണമെങ്കിൽ അതിന് തക്കവണ്ണം ഉള്ളൊരു അനുഷ്ഠാനവും ആത്മാർത്ഥതയും ഒരു നിവേദഭാവവും നിങ്ങളുണ്ടെങ്കിൽ ആ ഭഗവാൻ ആ നിവേദനം തള്ളിക്കളയില്ല. അത് പരമാർത്ഥമാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ആ ഭീഷ്മരുടെ സ്തുതിക്കൊക്കെ ശേഷം ആഭവത് ശുഖബ്രഹ്മർഷി ഇദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷനായി. പ്രത്യക്ഷമായതോടുകൂടി തന്നെ എന്തെന്നില്ലാത്തൊരു എനർജി, ഒരു സുഖാനുഭവം ഇദ്ദേഹത്തിനെ ബാധിച്ചു. ഒരു കോൺഫിഡൻസ് ഇദ്ദേഹത്തിന് തോന്നാം. ദുഃഖമൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി എന്ന് പറയാം. എത്ര വലിയ കൂരിരുട്ടും ആ ചെറിയൊരു ചിരാത് വെളിച്ചത്തിൽ ഇല്ലാതാവുന്നത് പോലെ ആ ദിവ്യാത്മാവിൻ്റെ പ്രഭ കൊണ്ട് ആയിരക്കണക്കിന് ബാലസൂര്യന്മാർ ഉദിച്ചതുപോലുള്ള ഒരു ദിവ്യ തേജസ് പരന്നുകൊണ്ട് അദ്ദേഹത്തിന് ആ അജ്ഞാനമാകുന്ന അന്ധകാരം, പിന്നെ അദ്ദേഹത്തെ ബാധിച്ച ദുഃഖാന്ധകാരം, പശ്ചാത്താപബോധം എല്ലാം പോയിട്ട് ഒരു കൊച്ചു കുഞ്ഞുണ്ണിയെ പോലെ എന്ന് പറയാണ് പരീക്ഷിത്. എന്താ ചെയ്തറിയോ? ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല, ഗുരുക്കന്മാരൊക്കെ അവിടെയുണ്ട്. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു പ്രേരണ തോന്നിയിട്ട്, ഒരു ഉൾപ്രേരണ തോന്നിയിട്ട് ഒറ്റ വീഴില്ല ശുഖബ്രഹ്മർഷിയുടെ പാദത്തിൽ. ഹരേ എന്ന് പറഞ്ഞിട്ടൊരു വീഴ്ച. അപ്പം അദ്ദേഹത്തെ അറിയോ, കാരുണ്യപൂർവം 2 കൈകളുകൊണ്ട് പിടിച്ചങ്ങോട്ട് നീപ്പിച്ച് നിർത്തിയിട്ട് ആശ്ലേഷിച്ചു എന്ന് പറയണം. അതും കൂടി ആയപ്പോഴോ എല്ലാം മഞ്ഞുരുകിയതുമായി ഇദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാരബ്ധങ്ങളും വിഷമങ്ങളും കൂടെ അലിഞ്ഞില്ലാണ്ടായി. ഒന്ന് പുറത്തു പൊട്ടി ആശ്ലേഷിപ്പിച്ചപ്പോൾ സത്യം കണ്ടെത്തുമ്പോൾ വാക്കുകൾ പ്രവർത്തിക്കില്ല. പിന്നെ അവിടുന്ന് അനുവദിക്കണം. മഹാത്മാക്കളുടെ മുമ്പിൽ എത്തിയാൽ അങ്ങനെയാണ്, വാക്കടഞ്ഞു പോകും. അദ്ദേഹം പുറത്തു പൊട്ടി ആശ്വസിപ്പിച്ച വാക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പിന്നെ പാണ്ഡവാദികളുടെ കൂട്ടത്തിലൊരു ചെറിയ കണ്ണിയാണ്. പരീക്ഷിത്ത് വിഷ്ണുരാജെന്ന് എനിക്ക് പേരുണ്ട്. മുത്തശ്ശനൊക്കെ ദേവേന്ദ്രൻ്റെ മകനൊക്കെയാണല്ലോ, എനിക്ക് അറിയാമല്ലോ നമ്മുടെ പാരമ്പര്യം. പക്ഷെ എന്താന്ന് നിശ്ചയില്ല, ഭഗവാന്റെ സഖനായിട്ടൊക്കെ ഇരുന്ന ആളൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരെന്നൊക്കെ പറഞ്ഞാൽ പോലും എൻ്റെ ഭാഗത്തൊരു അരുതായ്മ ഉണ്ടായി. ഞാനൊരു മഹാത്മാവിനെ നിന്ദിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ശാപം അനുഭവിക്കേണ്ടി വന്നു. അതിൽ വിഷമില്ല. പക്ഷേ ജന്മം സഫലമാകുന്ന ഒരു കർമ്മം ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നൊരു മാനിക്കാൻ സാധിച്ചില്ലോ, അവമാനിക്കാതിരിക്കാമല്ലോ. പക്ഷെ അത് ഉണ്ടായില്ല, എനിക്ക് അവമാനിക്കേണ്ടി തോന്നി. എന്താ എൻ്റെ ബുദ്ധി അങ്ങനെ പ്രവർത്തിച്ച് എനിക്ക് നിശ്ചയില്ല എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിനോട് ഈ കെട്ടുകൾ അഴിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരില്ല മോനെ, ശരിയാവും കേട്ടോ. അല്ല, ഇനിയിപ്പോൾ 7ാമത്തെ ദിവസമാണ് തക്ഷകൻ എന്നെ കടിച്ച് ഞാൻ മരിക്കാനിട വരുന്നത്. അതുകൊണ്ടാണ്, മരിക്കണേ കൊണ്ട് വിഷമമുണ്ടായിട്ടല്ല. അപ്പം ഇങ്ങനെയൊരു സാഹചര്യമാണല്ലോ എന്നുള്ളൊരു സങ്കടമാണെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ, മോനെ 7 ദിവസം ഉള്ളൂന്ന് വിഷമിക്കണ്ട, 7 ദിവസം ഉണ്ടല്ലോ എന്ന് സമാധാനിക്കൂ. ഗഡ്വാങ്കൻ എന്നൊരാളുണ്ട് രാജാവ്, കേട്ടിട്ടുണ്ടോ മോൻ? ഇല്ല. എന്നാ അങ്ങനെ ഒരാള് ഉണ്ടായിരുന്നു. ദീർഘബാഹുവാണ്, സൂര്യവംശത്തിൽ പിറന്ന ആളാണ്. എന്താ പേര്? ഗഡ്വാങ്കൻ. ദേവി ഉപാസകന, ശക്തി ഭാവത്തിൽ അമ്മേനെ ഉപാസിക്കുന്ന ആളാണ്. ഈ ഉപാസനയുടെ ഫലമായിക്കൊണ്ട് അദ്ദേഹത്തിന് അതീവമായിട്ടുള്ള യുദ്ധ സാമർഥ്യം ഉണ്ടായി. ആരുടെ കഥയെ പറയണത്? ഗഡ്വാങ്കൻ. നഖം എന്നുള്ള ഖഡ്വാങ്കൻ. അതെ. ഇന്ദ്രസഭയിൽ ഒരിക്കൽ അസുരന്മാരുടെ ആക്രമണം വന്നപ്പോൾ ഇന്ദ്രൻ ആളെ അയച്ചു സഹായിക്കാൻ വേണ്ടിയിട്ട്. ആരനെ വിളിച്ചത്? ഗഡ്വാങ്കനെ. ഗഡ്വാങ്കൻ അത്ഭുതപ്പെട്ടു, തൊഴുതു പറഞ്ഞു, അമ്മേ വല്ലാത്തൊരു വൈഭവമാണ് കേട്ടോ നീ ചെയ്യണത്. ഞാനിപ്പോൾ ഈ ഭൂമിയിൽ നിന്നിപ്പോൾ ഇന്ദ്രൻ്റെ ക്ഷണം കിട്ടിയിട്ടൊക്കെ അദ്ദേഹത്തിനെ സഹായിക്കാൻ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എൻ്റെ കരുത്ത് നീയാണല്ലോ, അല്ലാതെ എനിക്ക് ആരാ കരുത്തുള്ളത്? അതുകൊണ്ട് അമ്മേ നീ തന്നെ പ്രവർത്തിക്കണം കേട്ടോ എന്നും പറഞ്ഞു ഹരേ എന്ന് പറഞ്ഞിട്ട് ആ യുദ്ധരംഗത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ക്ഷണനേരം കൊണ്ട് അസുരന്മാരെയൊക്കെ അദ്ദേഹം നിഷ്പ്രഭന്മാരാക്കിയിട്ട് സ്വർഗം വീണ്ടെടുത്തു കൊടുത്തു. ആർക്ക്? ഇന്ദ്രന്. സന്തുഷ്ടനായിട്ടുള്ള ഇന്ദ്രൻ പറഞ്ഞു, ഗഡ്വാങ്ക, എന്നെ അങ്ങ് ജീവരക്ഷ നൽകുകയല്ല ചെയ്തതേ, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. അഭിമാനികൾക്കുണ്ടല്ലോ, അഭിമാനക്ഷതം മരിക്കണേക്കാൾ കഷ്ടം. അതുകൊണ്ട് എൻ്റെ മാനം രക്ഷിച്ചു, അതിന് എന്ത് തന്നാലും തീരില്ല. എന്താ വേണ്ടത് ചോദിച്ചപ്പോൾ അങ്ങേക്ക് പിന്നെ ചോദിക്കണുണ്ടോ ഒന്നും തോന്നണ്ട കേട്ടോ. ഈ നൃത്തം പിന്നെ ഗീതമൊക്കെ ഇഷ്ടമല്ലേ? പിന്നെന്താ, രംഭാ മേഡത്തിനോട് പറയാം ഒരു ഡാൻസ് ഏർപ്പാട്. വേണ്ട,
പിന്നെ എന്താ അങ്ങക്ക് വേണ്ട? കഴിക്കാൻ വേറെ എന്ത് വേണമെങ്കിലും വേണം, ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് ഇവിടെ. അല്ല ഡ്രസ്സ് വേണമെങ്കിൽ വേണ്ട. അല്ല അങ്ങക്ക് എനിക്ക് എന്തെങ്കിലും തരണം, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താ വേണ്ടത്? അത് ഒരു കാര്യം ചെയ്യും, അങ്ങക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് ആയുസ് എത്രയുണ്ടെന്ന് ഒന്നും അറിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം ഇപ്പോൾ ഈ ആയുസ് ഉണ്ടെങ്കിലാണല്ലോ ഇപ്പോൾ അനുഭവം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആരോടെ ഞങ്ങളിവിടെ ഉണ്ട് തിരുമനസ്, ആ ചിത്രകൂത്തനെന്ന് വരാൻ പറയും. തിരുമനസ് അടിയൻ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എടുക്കണമല്ലോ. പിന്നെ ആയുസിൻ്റെ കാര്യമൊന്നും. എന്താ പേര്? ഗഡ്വാങ്കൻ. സൂര്യ എസ് ഗഡ്വാങ്കൻ അല്ലേ? yes.gadwangan.com അടിച്ചപ്പോൾ ഡീറ്റെയിൽ കിട്ടി. 48 മിനിറ്റ് ഒരു മുഹൂർത്തം ആകെ അവശേഷിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഗഡ്വാങ്ക അങ്ങക്ക് 48 മിനിറ്റ് ഉണ്ട് ഉള്ളൂ എന്നല്ല കേട്ടോ പറഞ്ഞത്. 48 മിനിറ്റ് ഉണ്ട് ആയുസ്സിൽ. അപ്പോൾ അതുവരെ സന്തോഷിക്കാം. അല്ല, ഒരു ഉപകാരം ചെയ്യാം, വളരെ വേഗം സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വിമാനം ഏർപ്പാട് ചെയ്തിട്ട് എന്നെ നാട്ടിലേക്ക് എത്തിക്കണം. അതെന്താ നാട്ടിൽ പോകണം? ജനനീ ജന്മഭൂമി ച സ്വർഗാദവികരീയസി. പിറന്ന നാടും സ്വന്തം അമ്മയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തം ഏൽപ്പിക്കാണ്ട് കുട്ടികളെ. അതുകൊണ്ട് ഒന്നും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നാട്ടിലെത്തിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ക്ഷണനേരം കൊണ്ട് നാട്ടിലെത്തിച്ചു. മക്കളെ വിളിച്ചു, കുട്ടികളെ വരൂ, ഒരു കാര്യം പറയാനുണ്ട്. അതെ, അച്ഛൻ വേറൊരു കാര്യത്തിലാണ്, ഞാൻ കുറച്ച് രാജഭരണത്തിൽ നിന്ന് മാറും, നിങ്ങൾ നാട് നോക്കണം കേട്ടോ. പിന്നെ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഏറാൻ മൂളുന്ന ആളുകളെ വിശ്വസിക്കരുത് കേട്ടോ. മേലെ ഇന്നിപ്പോ തിങ്കളാഴ്ചയല്ലേ? ഊലോ അല്ല, തിങ്കളല്ല, ഇന്നലെ ഇപ്പോൾ ശനിയാവുമ്പോൾ ഇന്നിപ്പോൾ അതന്നെ ശരിയാ, ഞായറാട്ടോ. ഇങ്ങനെ എന്ത് പറഞ്ഞാലും മുകളിൽ ഉണ്ണാവന്മാരുണ്ടല്ലോ, അവരെ വിശ്വസിക്കില്ല, അവർ വെക്കും. സ്തുതിപാഠകന്മാരെ സൂക്ഷിക്കണം. വിമർശിക്കുന്ന ആളുകളോട് ദേഷ്യപ്പെടരുത് കേട്ടോ. എന്താ കാരണം? വിമർശകന്മാര് നമ്മുടെ തെറ്റ് തിരുത്തി തരികയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ ഗുരുസ്ഥാനത്ത് കാണണം. പിന്നെയോ സന്ധ്യാവന്ദനം മുടക്കാൻ പാടില്ല. എന്താ കാരണം? സന്ധ്യാഹീനൻ ശുദ്ധിയറ്റോൻ അനർഹൻ കർമ്മമേദിനും അവൻ ചെയ്യുന്ന കർമ്മത്തിനുണ്ടാവാ ഫലം എങ്ങുമേ. അവൻ ചെയ്യണ കർമ്മത്തിന് ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് സന്ധ്യാവന്ദനം മുടക്കരുത്. പിന്നെയോ നമ്മളെ ഭരണപരിഷ്കാരങ്ങൾ കൃത്യമായിട്ട് പ്രജകളിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ആളെ വെക്കണുണ്ടോ? ചെയ്യാം. അല്ല അതുപോരാ, ഈ വെച്ച ആള് ശരിക്ക് പ്രവർത്തിക്കണ്ടോ എന്ന് പരിശോധിക്കാൻ വേറെ ആളെ വെക്കണം. അങ്ങനെയാണ് ഈ വിജിലൻസും ക്രൈമും CPIയും IBയും ED ഒക്കെ ഉണ്ടായത്. അങ്ങനെയാണ്. കാരണം കൃത്യമായിട്ട് അവരവരുടെ ധർമ്മങ്ങൾ ഓരോരുത്തർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെയോ നായാട്ടിൽ ഭ്രമം ഉണ്ടാവരുത്. അന്യ സ്ത്രീകളെ ആരായിട്ട് കാണണം? എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവതാഹ. അങ്ങനെ കാണാം. ദേശക്ഷേത്രങ്ങളിൽ വേണ്ടുന്ന വഴിപാടുകൾ കാര്യങ്ങൾ മുറക്കി നടക്കുക. ബ്രാഹ്മണന്മാരെയും ഗോക്കളെ ആദരിക്കുക, അനാദരിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 തവണ മൊബൈൽ ചാർജ് ചെയ്യുന്നതുമാതിരി ഈശ്വരാരാധന കുറച്ച് സമയം ഇരുന്ന് ചെയ്തിട്ട് തൻ്റെ തെറ്റുകളെ പറ്റിയിട്ട് വിലയിരുത്തുക. ഒരു ഡയറി വയ്ക്കുക. എന്നിട്ട് ഞാൻ ഇന്ന് ആരുടെത്തൊക്കെ ചൂടായി, ആർക്കൊക്കെ ആനന്ദമുള്ള അനുഭവം കൊടുത്തു, എൻ്റെ വാക്കുകളെ കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ആർക്കൊക്കെയാണ് ആശ്വാസം ഉണ്ടായത്, എത്ര ആളെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്തു എന്നൊക്കെ ഒരു പരിശോധന നടത്തുക. അപ്പം എന്താ അറിയോ, ആ ദുഷിച്ച ഭാവങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും, സാത്വികത കൂടി വരും. അങ്ങനെ ഭഗവാനെ മറക്കാതെ നിങ്ങൾ ഭരിക്കപ്പെടുന്ന ആളുകൾ, ഭരിക്കപ്പെടാനുള്ളവരല്ല, സത്യത്തിൽ കരം നൽകുന്ന ആ പ്രജയുടെ കരത്തിന്റെ ബാധ്യതയോടൊപ്പം നമ്മുടെ അടുത്ത് ദുരിതം കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ധർമ്മം അവരെ രക്ഷിക്കാൻ ഉപകരിച്ചില്ലെങ്കിൽ അവരുടെ ദുരിതങ്ങൾ ആരനുഭവിക്കണം? രാജാവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. എരണം കെട്ടവരൊക്കെ ഭരണസ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ, അങ്ങനെയാണ് മലയാളത്തിൽ പറയുക. എനിക്ക് നിശ്ചയില്ലാട്ടെ, എരണം എന്ന് പറഞ്ഞാൽ എന്താ എനിക്ക് അറിയില്ല. അത് നിരണം എന്ന് കേട്ടിട്ടുണ്ട്, എരണം എനിക്ക് അറിയില്ല. അങ്ങനെയുള്ളവർ കയറി കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത മഴയും പ്രളയങ്ങളും ഒക്കെ ഉണ്ടാവുന്ന കേൾക്കണേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇരിക്കേണ്ട രീതിയിലുള്ള ആളുകൾ ഇരിക്കേണ്ട സ്ഥലത്ത് ഇരുന്നാലാണ് പ്രകൃതി പോലും അനുകൂലിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. യഥാ രാജ തഥാ പ്രജ. അത് പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. കാരണം പ്രകൃതിയിൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും. ആരുടെ? ധർമ്മിഷ്ഠനായിട്ടുള്ള രാജാവിൻ്റെ. ആ കഥ വരുന്നുണ്ട്, ഋഷഭദേവന്റെ കഥയിൽ അത് വരും. നമുക്ക് പിന്നീട് വ്യാഖ്യാനിക്കാം. ഇങ്ങനെയൊക്കെ ഉപദേശിച്ചു. അദ്ദേഹം നേരെ പൂജാമുറിയിൽ ചെന്നു. മുത്തുമണികളെ പോലെ തിരിയിട്ട് വിളക്ക് കൊളുത്തി. പൂജാമുറിയിൽ എപ്പോഴും വിളക്ക് വെക്കേണ്ട എങ്ങനെയാണ്? പന്തം പോലെ അവർ തിരി നാളം ഇളകിയിട്ട് പന്തമായിട്ട് മഷി വരുന്നാൽ അതിന് ദീപം എന്നല്ല പറയുക, അത് അഗ്നി, അത് കത്തല. ദീപം എങ്ങനെ ഇരിക്കണം? മണിമണി മാതിരി ഇരിക്കണം. എന്നിട്ട് ആ ഒരു ചാണിൻ്റെ പുറത്തും വെച്ച് കഴിഞ്ഞാൽ ചൂടടിക്കാത്ത എത്ര ഭംഗിയിരിക്കണം. അങ്ങനെ ഇട്ട് ഭഗവാൻ ഒരു നിവേദ്യമൊക്കെ വെച്ചു അമ്മയുടെ മുമ്പിൽ.
പത്മാസനത്തിൽ ആസനമൊക്കെ ഇട്ട് ഇരുന്നിട്ട് തൊഴുതു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മേ, ഓരോ ഘട്ടങ്ങളിൽ അയൽ രാജ്യത്തെ രാജാക്കന്മാർ നമ്മുടെ രാജ്യം ആക്രമിക്കാൻ വരുന്ന ഘട്ടത്തിലൊക്കെ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഞാൻ നിന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ബാധാദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും ചെയ്വനകളും മാട്ടും മരണമൊക്കെ വരുമ്പോൾ സർവ്വബാധാപ്രശമനം ത്രൈലോക്യസ്യ ഗലീശ്വരി എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇത്രയും കാലമായിട്ടും നീ ആരാണെന്നറിയാനോ നിന്നെ ഒന്ന് കാണണം എന്നൊരു മോഹൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അദൃശ്യഭാവത്തിൽ ഇരുന്നിട്ട് എന്നെ സഹായിക്കുക മാത്രം ചെയ്തിട്ടുള്ള നിന്നെ എപ്പോഴാ എനിക്ക് ഇനിയിപ്പോ ആയുസ് മറ്റിരിക്കണോ, എങ്ങനെ എനിക്ക് അറിയാൻ പറ്റുക? ഹരേ ആ ഒരൊറ്റ വിളിയോട് കൂടിയിട്ട് ഭഗവാനിൽ വിലയം പ്രാപിച്ചു. അപ്പൊ കേവലം ഒരു മുഹൂർത്തം കൊണ്ട് തന്നെ ഘട്വാങ്കൻ എന്നൊരു വ്യക്തിക്ക് മോക്ഷം സാധിച്ചുവെങ്കിൽ അങ്ങക്ക് ഇനിയും 6.5 ദിവസമുണ്ട്, എന്തു വേണമെങ്കിലും നേടാം എന്ന് അദ്ദേഹം കോൺഫിഡൻസ് കൊടുക്കുന്നു. അങ്ങനെ മധ്യാഹ്നം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ പൂർത്തിയാക്കി. ബാക്കി ഇന്ന് ഇന്ന് വരാഹാവതാരാണ്. വൈകുന്നേരം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊരു പ്രാർത്ഥന പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓം നാരായണ. മഹാദേവനെ ഒന്ന് മാനസ പൂജ ചെയ്തിട്ട് ഭഗവാന്റെ ഒരു സ്തുതി, ഭഗവാനെ സ്തുതിച്ചില്ല. അതേ കഴിഞ്ഞുള്ളൂ കേട്ടോ. ഭഗവാൻ ഇനി കഴിയുന്ന സമയത്തൊക്കെ നന്നായി ചെയ്യണമെന്നുണ്ട്, അനുഗ്രഹിക്കണം, അതിനുള്ള സൗകര്യം നീ തന്നെ ഉണ്ടാക്കി തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് കൂടുതൽ ആത്മാർത്ഥ പ്രകടിപ്പിച്ച് ചെയ്താൽ അതിന് ഉത്തമത്വമുണ്ട്. എന്നാ ദ്രവ്യം സർവതോത്തമം. ഒരു ദ്രവ്യവും വേണ്ട, എല്ലാം മനസ്സുകൊണ്ട് ഭാവന ചെയ്ത് ചെയ്യുന്ന പൂജയുണ്ടല്ലോ, മാനസ പൂജ, അതിന് വലിയ ശക്തിയുണ്ട്. അപ്പോൾ ഭഗവാനെ നമുക്ക് 5 ശ്ലോകങ്ങളെ കൊണ്ട് മാനസ പൂജ ചെയ്യാം. അതിനർത്ഥം നിങ്ങൾ ഉൾക്കൊള്ളുക. ആത്മാമൃതമുള്ള ആളുകൾക്ക് 109-ാമത്തെ പേജ്, 169-ാമത്തെ പേജാണ് പുതിയ പുസ്തകത്തിൽ. പഴയതിൽ എനിക്ക് പേജ് ഓർമ്മയില്ല. ഓം രത്നീകൽപിതമാസനം ഹിമതലേ സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമതാമോദാങ്കിതം ചന്ദനം ജാതീ ചമ്പകബില്ലപത്രചരിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ കൽപ്പിതം ഗൃഹ്യതാം. ഭഗവാന് രത്നം പതിച്ച സിംഹാസനം സങ്കല്പിച്ചിരിക്കുന്നു. ശുദ്ധമായിട്ടുള്ള ഹിമജലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. വിശിഷ്ടമായിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നു. പച്ചക്കർപ്പൂരമൊക്കെ ഇട്ടിട്ട് അത് സ്നേഹത്തോടെ ഞാൻ നൽകുന്നത് കാരുണ്യപൂർവ്വം അവിടുന്ന് സ്വീകരിക്കണേ എന്നാണ്. സൗവർണേ വനരത്നഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദതിയുഗം രംഭാഫലം പാനകം ശാകാനാമയിതം ജലം രുചികരം കർപ്പൂരഗണ്ഡോജ്വലം താംബൂലം മനസാമയ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു. ഊണിന് ശേഷം ഒരു മുറുക്കലുണ്ട് താംബൂലം. കാരണം വിശേഷമായിട്ടുള്ളൊരു വസ്തുവാണ്, സ്വർഗത്തിൽ നിന്ന് കൊടുക്കുന്നതാണ്. വെട്രി ഇലൈ എന്നാണ് പറയുക. എന്താ പറയുക? വെട്രി ഇലൈ, വിജയത്തിന്റെ ഇലയാണ് വെറ്റില. ഛത്രം ചാമരയോർയുഗം വിജനകം ചാദർശകം നിർമ്മലം വീണാഭേരിമൃദംഗകാഹളകലാഗീതം ച നൃത്യം തഥാ സാഷ്ടാംഗം പ്രണതിസ്തുതിൻ ബഹുവിധ കേതൽ സമസ്തം പ്രഭോ മയാ സങ്കൽപേന സമർപ്പിതം തവ വിഭോ പൂജാം ഗൃഹാണ പ്രഭോ. ആത്മാത്വം ഗിരിജാമതി സഹചര പ്രാണാശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചന നിദ്ര സമാധിസ്ഥിതി സഞ്ചാരപദയോർ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരം യൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. പ്രഭം പ്രാണനാഥം വിഭം വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവൽഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഠേ. ഗളേരുണ്ടമാലം തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശാദിപാലം ജടാജോടഗംഗോത്തരംഗോത്തമാംഗം ശിവം ശങ്കരം ശംഭുമീശാനമീഠേ. മുദാമാകരം മണ്ഡനം മണ്ഡനാന മഹാമണ്ഡലം ഭസ്മഭൂഷാതരം തം അനാദിം കപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഠേ.
വടാതോ നിവാസം മഹാട്ടാട്ടഹാസം മഹാപാപനാശം സദാ സുപ്രകാശം ഗിരീശം ഗണേശം സുരേശം മകേശം ശിവം ശങ്കരം ശംഭുമീശാനമീഠേ ഗിരീന്ദ്രാത്മജാ സംഗൃഹീതാർദ്ധദേഹം ഗിരൗ സംസ്ഥിതം സർവദാ സന്നകേകം പരം ബ്രഹ്മദേവാദിഭിർ വന്ദ്യമാനം ശിവം ശങ്കരം ശംഭുമീശാനമീഠേ കപാലം ത്രിശൂലം കരാഭ്യാം ദധാനം പദാംഭോജനം രായകാമം ദധാനം വരീവർദ്ധയാനം സുരാണാം പ്രധാനം ശിവം ശങ്കരം ശംഭുമീശാനമീഠേ ശരച്ചന്ദ്രഗാത്രം ഗണാനന്ദപാത്രം ത്രിനേത്രം പവിത്രം ധനീശസ്യ മിത്രം അപർണാകളത്രം സദാ സൽചരിത്രം ശിവം ശങ്കരം ശംഭുമീശാനമീഠേ ഹരം സർപ്പഹാരാന്വിതം ഗോവിഹാരം ഭവം വേദസാരം സദാ നിർവികാരം ശ്മശാനേ വസന്തം മനോജം ദഹന്തം ശിവം ശങ്കരം ശംഭുമീശാനമീഠേ കരചരണകൃതം വാ കായജം കർമ്മനജം വാ ശ്രവണനയനജം വാ മാനസം വാകരാതം വിഹിതമവിഹിതം വാ സർവമേതൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ ശിവ ശിവകരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.